പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കിയാലോ? ആദ്യം ഇതുപോലെ ചെറുതും വലുതുമായ കുറച്ച് സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. റെഡ് കളറിലുള്ള റോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ചെറിയ സ്ക്വയർ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4 വേണം. അതിനുശേഷം വലിയ സ്ക്വയർ ഇതുപോലെ കുറച്ച് വീതിയിൽ ആ പെറ്റലിന്റെ മോൾ വശം കുറച്ച് വീതിയാക്കി കട്ട് ചെയ്തിട്ട് സെന്ററിൽ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെട്ടിയെടുക്കുക കേട്ടോ. ഇനി ഒരു സ്റ്റിക്ക് എടുക്കുക. അതിലേക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. മോൾ വശം റെഡ് കളർ പേപ്പറും കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ പെറ്റൽസ് ആദ്യം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വലിയ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് 4 പെറ്റൽസ് ആണ് നമുക്കുള്ളത്. ആദ്യം ഓപ്പോസിറ്റ് വരുന്ന 2 പെറ്റൽസിൽ ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുക. റോസ് ഇതുപോലെ പകുതി പൂർത്തിയായി കഴിയുമ്പോൾ ബാക്കി വരുന്ന പെറ്റൽസ് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള പെറ്റൽസും കൂടി ഒട്ടിച്ചെടുക്കാം. കുറെ പേർക്കൊക്കെ ഈ പൂ ഉണ്ടാക്കാൻ അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇവിടെ പൂർത്തിയായി. ഇനി നമുക്ക് അതിന്റെ അടിയിൽ വെക്കാൻ ചെറിയൊരു ലീഫ് പോലെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അറ്റമൊക്കെ ഒന്ന് ചുരുട്ടി സെന്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വെച്ചു കൊടുക്കാം. അയ്യോ ഓവറായി സാരില്ല, ഇപ്പൊ ശരിയാക്കി തരാം. കത്രി വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തൊന്ന് പിരിച്ചു കൊടുത്തു. സ്റ്റെമ്മിന് നമുക്കൊരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് കളറിൽ ഒരു കളർ പേപ്പർ എടുക്കാം. അതിന്റെ 4 സൈഡിലായിട്ടും ഇതുപോലെ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗോൾഡൻ കളർ ലീഫ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാനിത് മോളുടെ ഒരു ഉടുപ്പ് ചീത്തയായപ്പോ അതിൽ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. ആ ലീഫ് ഇതുപോലെ 2 സൈഡിലായിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ റോസ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് സിംഗിൾ റോസ് ബൊക്കെയാണ് കേട്ടോ. ആദ്യം അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡിലായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ ചെരിച്ചൊന്ന് മടക്കി കൊടുത്തിട്ട് അതിന്റെ 2 സൈഡിലായിട്ട് വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതേ രീതിയിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മടക്കിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബൊക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി അത് കെട്ടിക്കൊടുക്കാനായിട്ട് ഒരു സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. ഗോൾഡൻ കളർ ആണെങ്കിൽ തകർക്കൂട്ടോ. എന്റെ കയ്യിൽ ഗോൾഡൻ കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയ ആ ബോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ്. അപ്പൊ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡിയായി. ആ റോസ് പൂ ഉണ്ടാക്കാനുള്ള സമയമാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത്. ഇനിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പൂവൊന്നും വാടില്ലല്ലോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.